അന്യമതസ്ഥരുടെ ക്ഷേത്രപ്രവേശനം വേണ്ടത് വിവാദമോ വിധിയോ? ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹൈന്ദവ ആരാധനാലയങ്ങളിൽ വിശ്വാസപൂർവ്വം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് പ്രവേശനം സാധ്യമാക്കാൻ വിവാദമാണോ വേണ്ടത്, അതോ അത് സാധ്യമാവുന്ന ആചാരവിധിയാണോ വേണ്ടത്? ഹിന്ദു സമാജവും ഹിന്ദു സംഘടനകളും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആരംഭിച്ച ശുദ്ധി പ്രസ്ഥാനത്തിന്റെ ചരിത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വൈദേശിക ഇസ്ലാമിക അധിനിവേശത്തിന്റെ ഭാഗമായി നിർബന്ധിത ധർമ്മ പരിവർത്തനം വ്യാപകമായ പശ്ചാത്തലത്തിലും കോളനി വാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ സ്വാധീനത്തിലും തണലിലുമുണ്ടായ മതപരിവർത്തനവും അക്കാലത്ത് ഹിന്ദുക്കൾക്കിടയിൽ നിലനിന്നിരുന്ന ജാതിയുടെ അടിസ്ഥാനത്തിലെ മ്ലേച്ഛമായ അയിത്താചരണവും ഹിന്ദുധർമ്മത്തിൽ നിന്ന് ആളുകളെ ധർമ്മ പരിവർത്തനത്തിന് ഇടയാക്കി. ഇത്തരത്തിലുള്ള ആളുകളെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആര്യ സമാജം പോലുള്ള സംഘടനകളും സന്യാസിമാരും മുന്നോട്ട് വന്നു. അന്നും ഈ കാലത്തെ പോലുള്ള പ്രതിസന്ധികളും പരിഹാസങ്ങളും അവരും നേരിട്ടിരുന്നു. രാജ്യം ഭരിച്ചിരുന്ന പല രാജാക്കന്മാരും ഇവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ധർമ്മ പരിവർത്തനം നടത്തപ്പെട്ട ആളുകൾ തിരിച്ചു വരേണ്ട എന്ന നിലപാടെടുത്ത കാശ്മീർ അടക്കമുള്ള രാജ്യങ്ങൾ തലമുറകൾക്കപ്പുറം അതിന് ദുരന്തം അനുഭവിക്കുന്നു. 1921 മലബാർ റൈറ്റ്സ് എന്നും മാപ്പിള ലഹള എന്നും അറിയപ്പെട്ട ഏകപക്ഷീയമായ ഹിന്ദു വംശഹത്യയുടെ അനന്തരഫലം ഇന്നും മലബാർ മേഖലയിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ സ്പഷ്ടമായ അടയാളമാണ് ഈ കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ പാണക്കാട് തങ്ങളെ സന്ദർശിച്ച് നിവേദനം നൽകിയ സാചിത്ര വാർത്ത. ആത്മാഭിമാനമില്ലാത്ത ഒരു ജനതയായി 1921 ശേഷമുള്ള ഒരു വിഭാഗം, അവർക്കൊരു പേരും കൽപ്പിച്ചു കിട്ടി, മതേതര ഹിന്ദു. ഹിന്ദുക്കൾക്കിടയിൽ ആചരിച്ചു വരുന്ന ജാതി അടിസ്ഥാനമാക്കിയ അയിത്താചരണവും ക്ഷേത്രപ്രവേശന വിലക്കുകളും ഹിന്ദു സമൂഹത്തെ വളരെയധികം ദുർബലപ്പെടുത്തുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്ന കാലത്ത് നിന്ന് സാമൂഹിക പരിഷ്കർത്താക്കളുടെയും സാമൂഹിക ധാർമ്മിക സംഘടനകളുടെയും ഇടപെടലുകളുടെയും ശ്രമഫലമായി ഒരുപാട് മുന്നോട്ട് വരാൻ ഹിന്ദു സമാജത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഹിന്ദു സമാജത്തെ ദുർബലപ്പെടുത്തുന്ന പ്രവണതകൾ ഇന്നും അധികരിച്ചു വരുന്നതായി കാണാം. അയിത്താചരണം പ്രകടമായി കാണുന്നില്ലെങ്കിലും ജാതീയ സംഘടനകളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി ഹിന്ദു സമാജത്തെ ജാതിക്കോളത്തിൽ തളച്ചിടാനും ഉറപ്പിക്കാനും ബോധപൂർവമായ ശ്രമങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിലപേശലുകളും നടക്കുന്നു എന്നത് വസ്തുതയാണ്. സംഘടിത മതസമൂഹങ്ങൾ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ തങ്ങളുടെ അനുയായി വിരുദ്ധങ്ങളിലേക്ക് തലമുറയായി പകർന്നു നൽകുന്നതിന് കൃത്യമായ പദ്ധതിയും വ്യവസ്ഥയും സൃഷ്ടിക്കുകയും അതിന് അനുസൃതമായി അവരുടെ സമൂഹത്തെ സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്നലെ എല്ലാ ഇടവക പള്ളിയിലും UNA എന്ന് പറയുന്ന നഴ്സുമാരുടെ സംഘടനകൾക്കെതിരെ വിശ്വാസികൾ നടത്തിയ പ്രതിഷേധ സംഗമം. ഇവിടെ സ്ഥിതി മറ്റൊന്നാണ്. ക്ഷേത്ര വിശ്വാസിയാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് നേരെ നോ എൻട്രി ബോർഡാണ് പിടിച്ചു നിൽക്കുന്നത്. വേണ്ടത് ഈ നോ എൻട്രി ബോർഡാണോ, അതോ അവരെ ഹിന്ദു ധർമ്മത്തിലേക്ക് സ്വീകരിക്കലാണോ വേണ്ടത്? ദേവസ്വം ബോർഡുകളുടെ നേതൃത്വത്തിൽ വാസ്തവത്തിൽ വേണ്ടത് ഹിന്ദു സമൂഹത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ്. ആ നിലയ്ക്ക് സെമറ്റിക് മതവിശ്വാസികളായ ആളുകൾക്ക് ഹിന്ദു ധർമ്മത്തിലേക്ക് വിശ്വാസപൂർവ്വം വരാൻ തയ്യാറായാൽ അവരെ ആചാരപരമായി സ്വീകരിക്കാനും സനാതന ധർമ്മത്തിലേക്ക് പുനഃപരിവർത്തനം നടത്താനും ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ നിയമപരമായി സാധിക്കണം. രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകാം. പക്ഷെ ഹിന്ദു സംഘടന പ്രവർത്തനം നടത്തുന്ന ആളുകളിൽ ഗൗരവമായ ചിന്തകളും ഇടപെടലുകളും അഭിപ്രായ സ്വരൂപണങ്ങളും നടക്കേണ്ടതുണ്ട്. ഹിന്ദു രക്ഷാ മമ ദീക്ഷാ